ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ ഇൻട്രോയും നമ്മുടെ തമ്പനയിലും ഒക്കെ കണ്ടപ്പം മനസ്സിലായി കാണുമല്ലോ, ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നത്തെ വീഡിയോ കേട്ടോ. വളരെ പെട്ടെന്നായി പോയല്ലേ എഡിറ്റ് ചെയ്തിട്ടപ്പം. എന്ന് ചെയ്യാനായി ഇച്ചിരി താമസിച്ചു പോയി. എനിക്ക് എല്ലാ വീഡിയോയും തന്നെ അങ്ങനെ കേട്ടോ, ഞാൻ താമസിച്ചാണ് ഇടുന്നത്. കാരണം എനിക്ക് ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിനകത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ ഇവിടെ രാവിലെ ഈ സുപ്രഭാതം പോലെ ഡെയിലി കേൾക്കുന്നതാണ്. ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന വണ്ടിക്കാർ എന്തോ ഒരു കന്നഡത്തിലൊരു പാട്ടൊക്കെ വെച്ചോണ്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ അത് കേട്ടിട്ട് ഇനി ഒരു പ്രശ്നം ആവേണ്ട എൻ്റെ ചാനലിൽ നോർത്ത് ഞാൻ അതങ്ങ് മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേ രാവിലെ ഇനിയിപ്പോൾ സ്കൂളിൽ 8 മണിയാകുമ്പോഴത്തേക്കും ചെല്ലണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് എന്താ ഇന്ന് ഇത് പരിപാടി എന്ന് വെച്ചാൽ, എൻ്റെ ആദ്യക്കുട്ടൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ പോട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇവർക്ക് കോസ്റ്റ്യൂമൊക്കെ നമുക്കത് ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സാണ് ഇച്ചിരി ലൂസായിരുന്നു പാൻറ്റൊക്കെ. അപ്പോൾ നമുക്ക് മെഷീനും ഇല്ല. ഇനി ഇവിടെ ഓൾട്ടർ ചെയ്ത് തരാനായിട്ട് ചോദിച്ചാൽ കടക്കാർക്കൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഓൾട്രേഷന്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും 2 സൈഡും ഇരുന്ന് സൂചി നൂലും വെച്ച് കുത്തി തയ്ച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി പിന്നെ അതേണ്ട ഞങ്ങൾ പോവാൻ ഇറങ്ങും കേട്ടോ. ഞാൻ തുള്ളിച്ചാടി ഇറങ്ങുക ഞങ്ങളെല്ലാവരും ഇവിടെ. അപ്പം ഞാനും അപർണയും ആദ്യക്കുട്ടനോടെ പോകുന്നത്. അച്ഛൻ പിന്നെ പുറകെ വന്നേക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനോട് പോകുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഓടിപ്പോയി ആശാൻ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ പുതപ്പൊക്കെ വിളക്കിൻ്റെ മുന്നേ കിടക്കുന്ന പുതപ്പും തലേനെ എന്നാന്ന് വെച്ചാൽ ഇന്നലെ അച്ഛൻ ഇവിടെ കേട്ടോ കിടന്നു. ഞാനും അപർണ ആദ്യക്കുട്ടനോടെ കിടന്നതേ കട്ടിലേൽ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു കട്ടിലേ ഉള്ളൂ. ആരും വരാറില്ലാത്തതുകൊണ്ട് ഒരു കട്ടിലിൻ്റെ ആവശ്യമുള്ളല്ലോ. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉള്ളല്ലോ, നമുക്ക് സെറ്റിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവർക്ക് ഇതിൻ്റെ കൂടെ വൈറ്റ് സോക്സ് ആണ് ഇട്ട് കളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഊരാൻ വേണ്ടി എളുപ്പത്തിന് ചെരുപ്പ് സ്ലിപ്പർ ഇട്ടുകൊണ്ട് ചെല്ലാൻ കേട്ടോ പറഞ്ഞത്. ഞാനപ്പം ഞങ്ങളുടെ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യക്കുട്ടൻ്റെ ID കാർഡ് കൂടെ എടുക്കാമെന്നോർത്ത് തിരിച്ചു കയറിയത്. അപ്പം ഇവര് അത് ആദ്യക്കുട്ടൻ്റെ അവിടെ പിള്ളേരുടെയൊക്കെ ഡാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. ആദ്യക്കുട്ടൻ ഇങ്ങോട്ട് നോക്കി, ആദ്യക്കുട്ടൻ്റെ കോസ്റ്റ്യൂം കാണിക്കട്ടെ. ഞങ്ങൾ നടന്ന് സ്കൂളിലോട്ട് പോവുക. അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും. ഇപ്പൊ സമയം ഉണ്ടായി 8 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 8:30 ആവാറായെന്ന് തോന്നുന്നു. ദൈവമേ, ഈ ലിഫ്റ്റ് തന്നെ പറഞ്ഞാലേ വരാത്ത എത്ര നേരം കഴിഞ്ഞ് എത്തിയിട്ട് ആണോ? അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ആദ്യക്കുട്ടനെ ഇരട്ട പറ്റ പോലെ, ഇരട്ടയല്ല പരട്ടയല്ല പുരട്ടയല്ല ഇതേ ഡ്രസ്സിൽ ഒത്തിരി പിള്ളേരെ കണ്ടു കേട്ടോ. അതായത് ഈ സെയിം ഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഷർട്ടിൻ്റെ സ്ഥാനത്ത് റെഡ് ഇട്ടത്, ബ്ലൂ ഇട്ടത്, അങ്ങനെ പല ക്ലാസ്സുകൾക്കും ഇതേ കോസ്റ്റ്യൂമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനത്തെ ഞങ്ങൾ സ്കൂളിൽ ചെന്നേ. പക്ഷേ എങ്കിൽ ഞങ്ങളൊന്നും കഴിക്കാതെയാണ് രാവിലെ പോയത്. ഇപ്പം രാവിലെ പരിപാടി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യക്കുട്ടന് ബിസ്ക്കറ്റും മേടിച്ച് കൊടുത്തേക്കണേന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിട്ടെങ്കിലും ആദ്യക്കുട്ടൻ ഉൾപ്പെടെ ഞങ്ങൾ 3 പേരും മറന്നുപോയനെ. വർത്താനൊക്കെ പറഞ്ഞ് ആരും ലിസ്റ്റിങ് പോന്നു. അങ്ങനെ സ്കൂളിൽ ചെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഇവനെന്നാ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാന്നൊക്കെ ഓർത്ത് നമ്മൾ അങ്ങോട്ട് മേമിനോട് ചോദിച്ചപ്പോൾ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവന് ഡാൻസ് ഉണ്ടല്ലോ, ഡാൻസുകാരെ വിളിച്ചു കേട്ടോ. പിന്നെ ബിസ്ക്കറ്റും വെള്ളമൊക്കെ അവർ തന്നെ കൊടുത്തോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതേണ്ട പരിപാടികളൊക്കെ സ്റ്റാർട്ടായേ. അങ്ങനെ ഫ്ലാഗ് ഒക്കെ ഉയർത്തി നാഷണൽ ആന്തം ഒക്കെ ചൊല്ലി പിന്നെ പിള്ളേരുടെ മാർച്ച് പാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആദ്യക്കുട്ടന് ഫാൻസി ഡ്രസ്സിന് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വാങ്ങുന്നതൊക്കെ ഞാനിങ്ങനെ കണ്ടോണ്ട് നിൽക്കും. ഇനിയിപ്പോൾ അടുത്ത ഡാൻസിന് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഞാനും എന്താണ് ഇവൻ കളിക്കുന്നതെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഞാൻ വീട്ടിൽ നിന്ന് കളിക്കുന്ന കണ്ടു, എന്നാലും കുട്ടികളുടെ കൂട്ടത്തിലെ അപ്പോഴത്തെ എൻ്റെ ഡാൻസ് ആയി കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഡാൻസിന്റെ ഫുൾ വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ല താനും. ഉള്ളതിടാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പാട്ട് കേട്ടിട്ടേ കോപ്പിറൈറ്റ് ആയാലോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോഴേ
ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയൊന്നുമില്ല, അധികം നമ്മൾ നിന്നില്ല കേട്ടോ, മടുത്തു, വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ അതാ കാര്യം. പിന്നെ പ്രോഗ്രാം കഴിയുന്നവർ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെല്ലാവരും കൂടെ അങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോയി ഫുഡ് കഴിക്കണം, അതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു എയിം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അടുത്തൊരു ഇതുപോലൊരു നേരത്തെ ഇതുപോലെ കയറുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു വേറൊരു കടയിലൊന്ന് പോയി നോക്കാം. വേറെ കടയേതൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ വേറെ കടയിൽ പോകാം, എന്നും കയറുന്നിടത്ത് വേണ്ട, ഒന്ന് മാറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ള ഇതിൽ ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേനും അമ്മച്ചീസ് ചായക്കടയോ അങ്ങനെ എന്തൊരു കടയുണ്ട്. ഈ കടകൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നിൻ്റെ പേര് ഓർമ്മ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മച്ചീസ് ചായക്കടയെന്നോ മറ്റോ കേട്ടോ. അപ്പോൾ അത് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനിറങ്ങി. അപ്പോൾ ആദ്യക്കുട്ടൻ അവിടെ ഒരു കൊച്ചിനെ കണ്ട് കളിയായിരുന്നു കേട്ടോ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള ആളെ. അങ്ങനെ വിശന്ന് പൊരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പോകുമായിട്ട് അവിടെ കാർ ഇടാനിടെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, വെറുതെ എന്തിനാ പണി വാങ്ങുന്നത്. കാറും കൊണ്ട് പോയിട്ട് പിന്നെ അതും കൊണ്ട് നടക്കേണ്ടി വരും പാർക്കിംഗ് ഇല്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്കാകുമ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ, നമുക്ക് അവിടെ ചെന്ന് അങ്ങ് ബുക്ക് ചെയ്താൽ മതി. അപ്പോഴേട്ടത് ഈ ഒരു പൂവ് കണ്ട്, ഇത് എന്നാ പൂവാന്ന്, നല്ല രസമുണ്ട് കാണാൻ. എന്നാൽ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് രണ്ട് കുറേ മരങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതെന്താ അപർണ പറഞ്ഞത് രാജമല്ലിയാണ്, പക്ഷെ രാജമല്ലിയൊന്നുമല്ല, വേറെന്തോ സാധനമാണ്. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ, ഞാൻ നാട്ടിലെങ്ങും കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ പൂക്കളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നടാൻ വലിയ താല്പര്യമില്ലെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്കുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് റോസയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു നടൽ പ്രാന്ത് കയറും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് പോകും. എൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, അച്ഛനും ഇവരുടെയൊക്കെ കൃഷി ഭയങ്കര ഇഷ്ടം, പിന്നെ അങ്ങ് പോകും അങ്ങനെ. അപ്പം ഞങ്ങളുടെ ഓട്ടോ വന്ന് കയറി, ഒരു അപ്പച്ചനായിരുന്നു കേട്ടോ ഓടിച്ചത്, ഒരു പ്രായമുള്ള ഒരാൾ. അപ്പം പുള്ളിക്കാരൻ പ്രായമുണ്ടായിരുന്നു, നല്ല പ്രോ ഡ്രൈവർ കേട്ടോ, ഉള്ള ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടെ കുത്തി തിരികെ കയറുന്നുണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, മുട്ടി വണ്ടി ആയതുകൊണ്ടേ. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടല്ലോ നിറയെ തുണികളിങ്ങനെ കഴുകിയിട്ടേക്കുന്നേ. എന്നാണെന്നറിയാമോന്നേ, നമ്മുടെ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ നമുക്ക് പുതപ്പൊക്കെ തരത്തില്ലേ വിരിക്കാനും പുതയ്ക്കാനും ഒക്കെ, ആ സാധനമൊക്കെ കേട്ടോ ഇങ്ങനെ മണ്ണിൽ വിരിച്ചിട്ടേക്കുന്നത്, അങ്ങനെ കേട്ടോ ഉണങ്ങി കിട്ടുന്നത്. പട്ടിയും പൂച്ചയെല്ലാം നടപ്പുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉണക്കണ്ടേ. അങ്ങനെ നമ്മുടെ അമ്മച്ചീസ് ചായക്കട, അത് തന്നെ അതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി കുറച്ച് പോയി, ആ താഴെ എൻ്റെ പണിയുവാ, അയ്യോ കൊള്ളത്തില്ല, ഇനി അടുത്ത യൂബർ വിളിച്ച് പോകണമെന്ന് ഓർത്ത് കയറി ചെന്നപ്പോൾ ഇത് വിശാലമായ കാർ പാർക്കിംഗ്, നല്ല കട കേട്ടോ, നല്ല രസമുണ്ടായിരുന്നേ. അതായത് നല്ലൊരു വൈബ്, നല്ല രസമുണ്ട്. അപ്പം നമ്മളും ഒരു കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്, വേറെ ആരും വന്നിട്ടില്ലായിരുന്നേ. കാരണം ഇതെങ്ങാണ്ട് ജസ്റ്റ് 11-12 നമ്മളാ ചെന്ന ടൈമിൽ ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ, ആ ഒരു ടൈമിലാക്കുന്നത്. അപ്പം ഞങ്ങളാണ് ഇത്രയും സീറ്റ് കിടന്നിട്ടും ഉണ്ടല്ലോ, അവിടെ കണ്ട ആ ഒരു സീറ്റിൽ തന്നെ ആ ആൾക്കാർ ഇരുന്നതിൻ്റെ ഇപ്പുറത്ത് കയറിയിരുന്നേ. അപ്പോഴത്തേനും അവർ ഞങ്ങളോട് ചോദിച്ചു ഒന്ന് മാറാമോ, അത് ബുക്ക്ഡ്. അവർ മലയാളികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മലയാളികളായതുകൊണ്ട് എൻ്റെ കടയായതുകൊണ്ട് കൂടുതലും മൊത്തം തന്നെ മലയാളീസാണ് കേട്ടോ വന്ന്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ആളായിരുന്നു. അത് പിന്നെ എവിടെ പോയാലും അങ്ങനെ ഞങ്ങൾ എവിടെ പോയാലും ഉണ്ടല്ലോ, ഞങ്ങൾ ചെല്ലുന്നിടത്ത് കാണത്തില്ല. ഇപ്പോൾ ഒരു വണ്ടിക്ക് കാറ്റടിക്കാൻ ചെന്നാലും ഉണ്ടല്ലോ, ആരും കളിയാക്കല് കേട്ടോ, സത്യമായിട്ടും വണ്ടിക്ക് കാറ്റടിക്കാൻ ചെന്നാൽ പോലും ഉണ്ടല്ലോ, നമ്മൾ ചെല്ലുമ്പോൾ ആരും കാണത്തില്ലേ, നമ്മൾ നിന്ന് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോൾ നിറച്ച ആളായിരിക്കും എവിടെ ചെന്നാലും. അതെ, അങ്ങനെ തന്നെയാണേലും ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ അവർ മലയാളികളായിരുന്നു, അവർ ഓണസദ്യ എന്തോ ബുക്ക് ചെയ്തിട്ട് നമ്മളോട് ഒന്ന് മാറിയിരിക്കാൻ ചോദിച്ചു. പിന്നെ നമ്മൾ വേറെ സീറ്റിലിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബന്ധമില്ലാത്തൊരു കാര്യം പറയാം കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും ഓർക്കും ആരും നിർബന്ധിച്ചില്ലോ ഇൻഡിപെൻഡൻസ് ഡേ അന്നത്തെ വീഡിയോ ഇപ്പോൾ ഇടുന്ന കാര്യമൊക്കെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതേ, അത് ചിലർ ഇത് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ 1-2 കസിൻസും, അവരൊക്കെ എന്നോട് ഞാൻ ഇട്ടില്ലെങ്കിൽ എന്താ ഇടാത്ത തുടങ്ങിയില്ല, ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. അങ്ങനെ ഇടുന്നതാണ്, അല്ലാതെ ചിലർ കേൾക്കുമ്പോൾ ഓർക്കും എന്നാൽ പിന്നെ നമുക്ക് ഇടാതിരുന്നാൽ പോരെ, അങ്ങനെയൊന്നും ഓർക്കല്ലോ കേട്ടോ, അതിനുവേണ്ടി പറഞ്ഞാണ്. ആ മനുഷ്യനോട് ഞാൻ അവിടെ ഇരുന്ന് എന്നൊരു 100 വട്ടം വെക്കുന്നുണ്ട് കേട്ടോ, എന്നെ കണ്ട ഭാവം വെക്കുന്നില്ല. അതെന്നാന്ന് വെച്ചാൽ ഈ സാമാനം ഇതെന്തൊരു ടെൻഡർ കോക്കനട്ട് ഷേക്ക്, ഈ സാധനമായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മേടിച്ചത് എപ്പോൾ ഞാൻ മേടിച്ചാലും തന്നെ ഫ്ലോപ്പ് ആകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ജ്യൂസൊന്നും അധികം വാങ്ങാറില്ല. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ അധികം കൊടുക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനും ആദ്യം കേട്ടോ അതിൻ്റെ മുക്കാലും കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഇത് ഞങ്ങൾ നല്ല ഐറ്റംസൊക്കെ അതിൽ കണ്ടു കേട്ടോ. പക്ഷെ അതൊക്കെ ഡിന്നർ ഐറ്റമാണെന്ന് പറഞ്ഞേ. പിന്നെ ഒരു നോർമൽ സദ്യ പോലത്തെ മേടിച്ച് വിത്ത് മീൻ, പിന്നെ ഹസ്ബൻഡ് മേടിച്ച് ചട്ടിച്ചോറ് വരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നല്ല ഫുഡായിരുന്നേ. നല്ല മീൻ വറുത്തതൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ.
ഇച്ചിരി നമ്മൾ വെയിറ്റ് ചെയ്ത്, എന്നാലും നല്ല ഫുഡൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഓട്ടോ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല തണലൊക്കെ എന്നാ. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ഓട്ടോ വീണ്ടും ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. ആ വെള്ളം എടുത്താൽ നന്നായി കേട്ടോ, നല്ല ദാഹം ഉണ്ടായിരുന്നു. ആ മീൻ ഒരു മത്തി ഒരു ചൂരമീൻ്റെ പീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ, എന്തോ ഒരു വറുത്ത പോലെ ഒരു ഐറ്റം. പിന്നെ എന്നായിരുന്നു കിളിമീൻ. അപ്പോൾ ആ കിളിയാണെങ്കിൽ തലയോടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യം അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. ആദ്യം അതിനെ കുറേ മീനൂട്ട് നടത്തുന്ന പോലെ കുറേ ചോറൊക്കെ അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ ഷേക്ക് കുടിച്ചിട്ടാണെന്ന് അറിയില്ല, നല്ല ദാഹം. ഞങ്ങളാണ് ഇവിടെ ഒരാളെ പറ്റിച്ച് ഞാനും ആദ്യം കൂടെ ആ ഷേക്ക് കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഇപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കുന്നതിനാന്ന് വെച്ചാൽ ക്ലാരിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിനാണ് ക്ലാരിറ്റിന്ന്. അയ്യോ, അങ്ങനെ എന്തായാലും ഞങ്ങളുടെ തർക്കത്തിനൊടുവിൽ ഞങ്ങൾ അതേ ഓട്ടോ വന്ന് തിരിച്ച് കയറി കേട്ടോ. ഓട്ടോ ആണെങ്കിൽ കുലുങ്ങിച്ചാടി കേട്ടോ പോകുന്നത്. റോഡൊന്നും കൊള്ളത്തില്ലെന്നേ, അഴുക്ക് റോഡാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെന്ന് കിടന്നൊന്ന് ഉറങ്ങണം, അതായിരുന്നു അടുത്ത ലക്ഷ്യം. അയ്യോ, അങ്ങനെ വീട്ടിൽ ചെന്ന് കേട്ടോ. ഇനിയിപ്പം നന്നായിട്ട് കിടന്നുറങ്ങണം, കാരണം നല്ല ക്ഷീണമുണ്ട്. രാവിലെ ഇറങ്ങി പോയതാണല്ലോ, അവിടെ പോയി ഇരുന്നിരുന്ന് മടുത്ത്. പിന്നെ ഫുഡ് കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്ഷീണം വരുമല്ലോ. അപ്പം ഇനി കിടന്നുറങ്ങണം എന്ന് പറയണ്ട. ഞാനും അപർണ ആദ്യക്കുട്ടിനും കയറി പോകുന്നത്. ഹസ്ബൻഡ് ഇനിയിപ്പം ഷട്ടിൽ കളിക്കാൻ പോകും. അങ്ങനെ ഉറക്കം എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതേ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ ആദ്യക്കുട്ടിൻ്റെ പല്ല് പറിക്കാനായിട്ട് പോയതാട്ടോ ഇത്. അവിടെ ചെന്ന് വിജയകരമായി പല്ലെടുത്ത് കഴിഞ്ഞ് എൻ്റെ തോളെ കയറിയിരുന്ന ആദ്യക്കുട്ടനാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ ഐസ്ക്രീം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവനുണ്ട്. നമ്മളിതേ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ രാവിലെ ഇട്ട ഡ്രസ്സാട്ടോ ഞാനും അപർണയും, അത് ഇതുവരെ മാറ്റിയിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ തന്നെ വേണമല്ലോ അലക്കാൻ, ഇവർക്കൊക്കെ പിന്നെ മാറാമല്ലോ, അതുകൊണ്ടാകട്ടോ. അതുകൊണ്ട് ഒന്നും ഓർക്കല്ലേ, എല്ലാം ഞാൻ തന്നെ വേണമല്ലോ അലക്കാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ അത് തന്നെ അങ്ങ് ഇട്ടു. പിന്നെ എനിക്കങ്ങനെ വലിയ വേർപ്പനാറ്റം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ആദ്യമേ തന്നെ ഇവനെ അങ്ങ് ഐസ്ക്രീം ഓർഡർ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ എന്നിട്ടാണ് പിന്നെ ബാക്കി ഫുഡൊക്കെ പതുക്കെ വന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഇവന് ബിരിയാണിയും പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കഴിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ അപർണത ഞങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കും. പക്ഷെ ആർക്കൊരു മൂടുണ്ടായിരുന്നില്ല, ഇരുന്ന് മടുത്ത. രാവിലെ ഇറങ്ങിയതല്ലേ, ഇന്ന് ഫുൾ കറക്കമായിരുന്നല്ലോ. അങ്ങനെ അവിടുന്ന് ഇതേ ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ശരി പറയാം. അങ്ങനെ അപർണയെ അവളുടെ പി ജിയിലും കൊണ്ടുവിട്ടു. അങ്ങനെ ഇന്നൊരു ഫുൾ ഡേ കറക്കം കഴിഞ്ഞ. അയ്യോ, ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ബോറാണ്. ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പം ഇനി കിടന്ന് ഉറങ്ങണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ബൈ.